Hi friends, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ടേസ്റ്റിൻ്റെയാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പം നമ്മളെല്ലാവരും സദ്യ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം ഈസി ആയിട്ട് എങ്ങനെ ഒരു മിനിറ്റിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു 4 മാങ്ങയാണ് ഇപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത്. ഒരു ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ആണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അതും ഒറ്റ മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് അച്ചാർ ഉണ്ടാക്കാം. ഈ ചാനൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ താഴെ കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലൂടെ കിടക്കാം. നമ്മൾ 750 ഗ്രാം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്നും വേറെ അഡീഷണലായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം 1.5 കിലോ മാങ്ങയ്ക്ക് ഒരു പാക്കറ്റ് ഫുള്ളാണ് നമ്മൾ ഇടുന്നത്. അപ്പം 750 എടുത്തപ്പോഴത്തേക്കിനും അര പാക്കറ്റേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്കിത് മാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം മാങ്ങയിലോട്ട് മുഴുവനുമായിട്ടും ഈ പൊടി നന്നായിട്ട് പറ്റണം. പിന്നെ ഉപ്പ് ചേർക്കരുത്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഉപ്പ് ഒരു കാരണവശാലും ചേർക്കേണ്ട കാര്യമില്ല. ഉപ്പോ മറ്റു പൊടികളോ ചേർക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇതിനകത്ത് ഉപ്പും കായത്തിൻ്റെ അതിട്ടുള്ള ടേസ്റ്റുകളെല്ലാം ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഇതവിടെ വെക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടുക് പൊട്ടിക്കാനായിട്ടുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചീനിച്ചട്ടി നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടാകണം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ഒരു 2 തണ്ട് കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണിത്. അപ്പം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടിയിലെ എണ്ണ നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നമ്മളിതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണ ആറിയതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ. അഥവാ നമുക്കിപ്പം ചാറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വിനാഗിരി, ചാറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചാറ് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാനിത് തുള്ളി വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന മാങ്ങയുടെ ആവശ്യത്തിനനുസരിച്ചും ചാറ് വേണ്ടവർക്ക് ആവശ്യത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നീളാനുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതെല്ലാം കൂടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവാനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. സോ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. കാറ്ററിംഗ് സ്റ്റൈലിലുള്ള അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും മാങ്ങാച്ചാർ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കുഞ്ഞു ഐഡിയാസായിട്ട് വീണ്ടും കാണുന്നത് വരെ ഞാൻ നിങ്ങളുടെ പൂജ, സൈനിങ് ഓഫ്.